ആ പഴയ സ്ഥലത്തുണ്ടെങ്കിൽ ഒന്നെന്ന് പറ ഒന്ന്. വന്നിട്ടോടി സിമ്പിളാണ്. Stop. We'll shoot you. Stop. If you run, we'll shoot, bro. ഇതെന്താണ് ബ്രോ? എന്താണ് ബ്രോ? റോബറിക്കിടെ നിൽക്കുവാണ് ബ്രോ. എന്താണ് ഹലോ വെയിറ്റ് ബ്രോ? റോബറിക്കിടെ നിൽക്കുവാണ്. എന്താണ് ബ്രോ നിങ്ങൾ കാണിക്കുന്നത്? ബ്രോ ബ്രോ പറ. ആ If you move, we will shoot, bro. Okay. ഞാൻ ഇതിനൊക്കെ എന്ത് പറയാനാണ്? ഞാൻ ഇതിനൊക്കെ മനസ്സിലായി. വേറെ ഒരു ശബ്ദം കേൾക്കണ്. ബണ്ടിന്റെ ഉള്ളിലുണ്ട്. കേട്ടില്ല. ബണ്ടിന്റെ ഉള്ളിലുണ്ടെന്ന് ഇറങ്ങിയ മൊത്തോട്ട് അല്ല കഫേയുടെ ഉള്ളിൽ വേറെ ആരെങ്കിലും വേറെ ആരില്ല. പീടി ഞാന് ഇല്ല ഞാൻ വലിച്ചോളാം. ഇത് ഇപ്പൊ തന്നെ വലിച്ചോളാം. ബ്രോ ആളെ കൈവക്കല്ല ബ്രോ. പിന്നെന്തിനാ അടിച്ചത്? ആ VC ഇപ്പൊ തന്നെ അല്ലേ? VC ഇതിപ്പം ഫ്ലോ ആയിട്ട് നടക്കുന്ന കാര്യമല്ലേ? ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ എന്തായാലും ഞാൻ FRP വലിച്ചു കൊടുക്കാം. കുണ്ണാളുടെ കുണ്ണത്തരവേ. എന്താ അവരുടെ മറ്റേ അതിലൊരുത്തൻ എന്തോ സ്റ്റൈൽ സോപ്പി എന്തോ റോബറി ചെയ്തോണ്ടിരുന്ന വണ്ടി ഇവന്മാർക്ക് എങ്ങനെ അറിയാൻ കഴിച്ചു? എനിക്കറിഞ്ഞൂടാ. Police officer. Hello. Hi sir. ഇല്ല കയ്യില്ല. കാരണം എന്നെ കപ്പേരി വണ്ടിയിൽ ഇട്ടിരിക്കാം. Sorry. उधर है. എന്തൊക്കെ വരും? മെറ്റാ RDM സ്റ്റൈൽ സോപ്പി എന്ന് പറഞ്ഞല്ലേ അതിന്റെ അകത്തുള്ളത്? സ്റ്റൈൽ സോപ്പി അങ്ങനെ എന്തോ ഒരുത്തനില്ല അതിന്റെ അകത്ത്. ഇവൻ ആര്? மூவ் பண்ணாதீங்க ப்ரோ. சுட்டுறேன் அப்படினே மூவ் பண்ணிட்டே இருந்தாரு சுட்டேன். யாரு இவன் தான் ப்ரோ. இவன் ஆஸ்ட்ரேலியா தூக்கலான்னு பார்த்தேன். சரி ஓகே பை. മെറ്റാ RDM നോ വാർണിംഗ് ഫയർ അൺവാണ്ടഡ് സിറ്റുവേഷൻ. ഈ കുണ്ണാൾക്കൊന്നും വൈറ്റ് ലിസ്റ്റ് കൊടുക്കരുത്. പൂറി മക്കള് എന്തിന് ഒരു റോബറി ചെയ്തോണ്ട് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഊമ്പിത്തരം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനു പറയാനാ? ഞാൻ മുച്ചിരിയെ രക്ഷിച്ചൊരു മാസിലൊക്കെ വന്നായിരുന്നു. അവന്റെ അച്ഛനെ കെട്ടിക്കാനുള്ള RP. പക്ഷെ അതിന് മലയാളി എടുത്ത് എന്തോ ഒരുത്തനില്ല. എന്തോ അവന്റെ പേര്? സ്റ്റൈൽ സോപ്പി അങ്ങനെയാണോ അവന്റെ പേര്? സ്റ്റൈൽ സോപ്പി. അവൻ ഈ കയ്യിലാണോ?
മര്യാദക്ക് മനുഷ്യനെ റോബറി ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. ഞാൻ അങ്ങോട്ട് പോയി വള്ളി എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടാ? ഞാൻ എന്റെ കാര്യം നോക്കി പോയല്ലായിരുന്നാ? ഞാൻ യവന്മാരൊന്ന് സംസാരിച്ച പോലും മിണ്ടായിരിക്കുമല്ലായിരുന്നാ? മിസി പോയ കാര്യം പറയാം. മനസ്സാമ്പ്ര താങ്ക്സ് സോ മച്ച് മെമ്പർഷിപ്പ്. എക്സലന്റ് സിറ്റി. ഇവന്മാർക്ക് ഡെയിലി അടിയാണല്ലോ. ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ എന്തിനാ ഇവിടെ സ്ലോട്ട് കൊടുക്കുന്നത് എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ എന്ത്? ഞാൻ ഇപ്പൊ റീസ്പോൺ ആവണം. ഊറി മക്കളുടെ ആർപി. അവന്റെ അച്ഛനെ ഊമ്പിക്കാനായിട്ടൊരു ആർപി ആയിട്ട് വന്നേക്കുന്നു. വലിച്ചു കൊടുക്കണ ഇരിക്കട്ടെ. സത്യം സത്യം സത്യം. താങ്ക്സ് സോ മച്ച് PLN 10 മനസ്സാമ്പ്ര. താങ്ക് സോ മച്ച്. ഹലോ ഹലോ ആട് ബ്രോ. ഞാൻ ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പോരാവേ. ഇന്നലെ ഇല്ല ഇവിടെ ഞങ്ങള് ബിസി വന്നാണ് എടാ മ്യൂട്ട് ചെയ്യില്ല മ്യൂട്ട് ആയില്ല മ്യൂട്ട് ആയില്ല മ്യൂട്ട്. ഹലോ ഗൈസ്. ഹലോ ഹലോ ഹലോ. അത് രായണ്ണൻ ഇപ്പൊ POV ഒക്കെ കാണിച്ചു കൊടുക്കും ഗൈസ്. രായണ്ണൻ ഇപ്പൊ POV ഒക്കെ കാണിച്ചു കൊടുക്കും. എന്തിനു ചെയ്യാനാ ഗൈസ്? ചുമ്മാ നിൽക്കുമ്പോ ഒരു പ്രോപ്പർ ഒരു സിറ്റിയിൽ ഇതുവരെ RP കോൺട്രിബ്യൂഷൻ ചെയ്ത പുണ്ടച്ചി മക്കളാണ് ഈ പാണ്ടി കുണ്ണകൾ. അവന്റെ അച്ഛനെ കെട്ടിക്കാനായിട്ട് ഓത്ത് RP കൊണ്ടുവരും. ഒന്നും വിചാരിക്കരുത്, ചെറുതായിട്ട് പൊന്നനല്ലേ അവരുടെ ലീഡർ. ഈ കുണ്ണയ്ക്ക് അവനെ പറഞ്ഞ് മനസ്സിലായിക്കൂടെ അവന്മാരെ? ഓരോ ബുദ്ധിയില്ലാത്തവന്മാരെ പിടിച്ച് ലീഡറും ആക്കും. പെരിയ 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 വാണോ RP പാലാളിയാ? എടുത്തോ ഈ കേസ് എടുത്തു. ഞാൻ എന്തിനു ചെയ്യാനാ? കണ്ണാപ്പിടണ്ട്. ഓറില്ല ഓറില്ല അവിടെ ആരില്ല. കറക്റ്റ് ഇങ്ങോട്ട് തന്നെ എത്തിയോറ്. എന്ത് കൈവലേ കണ്ണാപ്പ്. ഇപ്പൊ EMS നോക്കേണ്ട ഓർമ്മയുണ്ടല്ലേ? നമ്മ ഇല്ലെങ്കിൽ ഓർമ്മിച്ച് തന്നെ. ഞാൻ ഓർമ്മിച്ച് തന്നെ. ഞാൻ ചത്തിട്ടാല കണ്ണാപ്പേ. നീ രക്ഷോട്ടാ. നിന്നെ ആരാ അൺകഫ് ചെയ്ത്? കറക്റ്റ് അവർ ചെയ്ത്. അല്ല കറക്റ്റ് ഇങ്ങോട്ട് തന്നെ എത്തിയെന്ന്. അല്ല ഇങ്ങോട്ടല്ല. ഞാൻ നിന്നെ വിട്ടിട്ട് ഞാൻ നേരെ ടിവിയുടെ അവിടെ വരെ എത്തി. നമുക്ക് ടിവി ഡ്രസ് ഷോപ്പിന്റെ അവിടെ വെക്കുന്നത്. ഡ്രസ് ഷോപ്പിന്റെ അവിടെ നിന്ന് എന്നെ ചേസ് ചെയ്യുന്ന പേരെന്താ? എന്നിട്ട് ഇവിടെ ചേസ് ചെയ്ത് തരുവാ. ഞാൻ നോക്കിയപ്പോഴാടാ നിന്നെ അടിച്ചു വന്ന പോലീസിനെ ഞാൻ അടിച്ചപ്പോഴത്തേക്ക് അടിച്ചു വന്നു കഴിഞ്ഞപ്പോ ബാക്കി ഞാൻ വിളിച്ച് ബാക്കപ്പിന് അടുത്ത പോലീസ് വന്ന് തിരിഞ്ഞു നോക്കിയപ്പോ AKM മെറ്റ അടിച്ചിരുന്നത്. അവന്റെ അച്ഛനെ കെട്ടിക്കാനുള്ള RP. ഹലോ ബ്രോ താങ്ക് യു കേട്ടോ. എടാ മുച്ചിരി പൈനെ കൊടുന്ന് ക്യാരി അടി. നമുക്ക് ഇതുവരെ ഒന്ന് വിട്ടു. എടാ മന്ദാരൊക്കെ ഏത് റേഡിയോ ഉള്ള? അവന്റെ അടുത്ത് റേഡിയോ കണ്ടിയാ പറ. അവന്റെ അടുത്ത് റേഡിയോ കണ്ടിയാ പറഞ്ഞാൽ മതി. മന്ദാരം പോയാ? ഹലോ ബ്രോ. എന്താണ് ബ്രോ? കറക്റ്റ് ഇങ്ങോട്ട് തന്നെ പിന്നെ എത്തിയല്ല. ഓ കിടലോ കിടലോ. Second time bro, raise your hand sir. If we get on the bike we will kill you bro. ನಮ್ಮ ಸಿಟಿಸನ್ ಸಿಟಿಸನ್. Okay, go. നായടി നായേ ഇതൊക്കെ എന്താണ്? ഈ
നായെ കാറിൽ എത്തിക്കടാ നായെ. ഓടാ മുണ്ടച്ചോനെ എന്റെ പാണ്ടി ആർപ്പിക്ക് കൂട്ടിരിക്കാൻ ഞാൻ. Bro, if you do something like that, we'll kill you, bro. Or നീ കുണ്ണ നീ എന്ത് കില്ലോ കുണ്ണ എന്തെന്ന് ചെയ്. നമ്മൾ ചെയ്തെടുത്തതിന് അല്ല നമ്മളിവിടെ മറ എല്ലാ ഊമ്പിത്തരത്തിനൊന്നും ഞാൻ കൂട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. don't do like that, bro. വാടാ പൊറിയോനെ എന്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറ. അടി നീ അടി ഒന്നുകൂടെ അടി. ആ പോ എന്റെ അച്ഛനെ കെട്ടിക്കാൻ കഴിഞ്ഞില്ല നിനക്ക്. കൊറേ നേരമായിട്ട് ചോദിച്ചതല്ലേ ഇവൻ മര്യാദക്ക് കേറാൻ പറഞ്ഞല്ലേ ഇവന്റെ പോടാ പൂറിയോനെ എന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ഒരു ആർപ്പി யாரவன் நாய் நாய் പാണ്ടി பட்டி பட்டி தீட்டாக பட்டி. എല്ലാത്തിനും ഞാൻ സഹിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഇതിനൊന്ന് മാന്യമായിട്ട് മറ്റേ എടുക്കാതെ മറ്റേ മാന്യമായിട്ടാ വന്നിട്ട് എന്നെ മറ്റേ എടുത്തോണ്ടെങ്കിൽ ഞാൻ കൈവക്കി ഞാൻ മറ്റേ അവന്മാരുടെ ഇതിന് പറയുന്നില്ല ഞാൻ ചെയ്തേനെ. നിങ്ങളെ കണ്ടോണ്ടിരുന്നവരെ തന്നെ പറ ഇതിനൊക്കെ ഞാൻ ചെയ്യണോ? പട്ടി തീട്ടും ഉനക്ക് ഒരു കഴിവും മനസ്സിലായോ? ഉനക്ക് ഒരു കഴിവും ഇല്ല ഉനക്ക്. പോടാ പാണ്ടി പൊലാടി മോനെ എന്റെ അച്ഛൻ പാണ്ടി ഉണ്ടല്ലോ. This one ID. ഒരു കഴിവും ഇല്ലാതെ തീട്ടം കൊണ മാത്രം ഉള്ളൂ ഉനക്ക്. കൊണ മാത്രം ഉള്ളൂ, ഒരു കഴിവും ഇല്ല ഉനക്ക്. സ്റ്റൈൽ സോപ്പി ഒരു തള്ളയോളി പുണ്ടച്ചുവാനാണല്ലേ. പാണ്ടികളുടെ തൂക്കും കൊട്ടയും ആയിട്ട് കിടക്കുന്ന ഒരു പൂറിമാൻ പറയാതിരിക്കാൻ വയ്യ. സുനാ പറടാ. ഞാൻ ദേ ഓർമ്മയില്ല ചുറ്റി വന്നേ ഉള്ളു. അറിഞ്ഞൂടാ നീ മന്ദാരം അവരൊക്കെ ഒന്ന് റെഡി കണ്ട് ചോദിച്ചു. സ്റ്റൈൽ സോപ്പിയും പൊന്നനും പാണ്ടികളുടെ അണ്ടി ചൂപ്പി നടക്കുന്ന രണ്ട് പുണ്ടച്ചു മക്കള്. പൊന്നന്റെ പറി നീ ഇതിലോട്ട് നിന്നിട്ടാടാ. ഡ്രസ് ഷോപ്പ് അല്ല മറ്റേ ഇത് നോർമൽ ഷോപ്പിലാടാ. റേഡിയം ഫോണും മേടിക്കുന്നത്. അങ്ങോട്ട് നിന്നിട്ട്
ലാസ്റ്റ് ഓർമ്മയുള്ളത് എന്നെ ഉമ്മാര് അടിച്ചു വന്ന് കത്തിച്ച് എന്നാണ് പറഞ്ഞത്. ആരാണ്? മുച്ചിരിയും മന്ദാരം പറഞ്ഞത്. മുച്ചിരിയാണ്. മുച്ചിരി സിറ്റി. ആ സോറി ബ്രോ, സോറി കേട്ടോ. സോറി സോറി സോറി. കണ്ണട പോയി. എല്ലാം ടെക്സസ് നടത്തിട്ട് അങ്ങനെ ഒരു സത്യത്യാ തന്തേലാഴി കൂടപ്പറപ്പാണല്ലോ അവരുടെ. ശരിക്കും നല്ല പൊട്ടി കേസ്. ഞാൻ പിന്നെ ഒരു അക്ഷരം ഉണ്ടായിരുന്നത് എനിക്ക് നാളെ വന്ന് ലൈവ് ഇടണം. ഇനി താജ് കൂട്ടിയാണ് ഉമ്മാരെ എനിക്ക് വിളിക്കാൻ തോന്നി കാണിച്ച ഊമ്പിത്തരത്തിന്. അല്ല കണ്ണ ബ്രോ ഒന്ന് വരുമോ? ഓ എന്ത് പറ്റി ആട് ബ്രോ? ഹലോ. കാരണം EMS അല്ലായിരുന്നു റിവൈവ് ചെയ്ത്. ഫസ്റ്റ് EMS ആയിരുന്നു റിവൈവ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കൊന്നത് എന്തിനാന്നറിയോ? ഒരു റീസണും ഇല്ല. വന്ന് നേരെ രണ്ടുപേരോടെ വന്ന് വളഞ്ഞു. അപ്പോഴെന്നെ വണ്ടി ഇടിച്ചു. എന്റെ അടുത്ത് കൈ പൊക്കി ഓസ്റ്റേ എടുക്കാൻ നോക്കി. പീഡിയായിട്ട് ആർപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ അവരൊന്ന് കൊന്നേ? ആ പീഡിയായിട്ട് ആർപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് വന്നത്. റോബറിക്ക് ഇടയിലാണ് വന്നത്. റോബറി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അവര് കണ്ടായിരുന്നോ ഈ സംഭവം നടക്കുന്നത്? ഇല്ല കണ്ടിട്ടില്ല. ഫുൾ പ്രൂഫ് പീഡിയായിട്ട് അതല്ല, പീഡിയായിട്ട് ബ്രോ ഫൈറ്റ് എടുക്കുന്നതും റോബറിയിലാന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നു. പിന്നെ മനസ്സിലായി. ആ ഞാൻ പറഞ്ഞായിരുന്നു. അവര് വന്നപ്പോ പറഞ്ഞു ബ്രോ റോബറി ആണ്, എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് മുമ്പേ ഞാൻ ഇപ്പൊ വന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബ്രോ ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് ഇവര് വന്ന് നമ്മുടെ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രോ റോബറി ആണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞ വണ്ടി നിർത്തരുത്. അപ്പഴത്തേക്ക് പീഡിയും വന്ന്. ഞാൻ ചോദിക്കുന്നതല്ല, അതെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ചോദിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ എന്തെങ്കിലും ട്രിഗർ ആയിരുന്നു? ഇല്ലില്ല, ഒരു സിറ്റുവേഷൻ. ഇന്നലെ അവർ ഇങ്ങോട്ട് വന്ന് കൊണച്ചായിരുന്നു. ഇന്നലെ കൊണച്ചിട്ട് നമ്മളത് ഇന്ന് സിറ്റി കയറിയിട്ട് ഒരു ഇതും ഇതാക്കിയിട്ടില്ല. ഡയറക്റ്റ് സിറ്റി കയറി. ഞാൻ നേരത്തെ ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് നിങ്ങള് മറ്റേ ഇതെടുത്തല്ലേ, ഹോസ്റ്റേ എടുത്തത്? അത് പക്ഷെ അത് നമ്മൾ ഈ ഹോസ്റ്റേ എടുക്കുന്നതിന് മുമ്പേ എനിക്കറിയാം, സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റേ എടുത്ത ആള് AK എന്ന് പറഞ്ഞിട്ടില്ല. ഗ്യാങ് ഉണ്ടെന്ന് വെച്ചാൽ സിവിലിയൻ എന്നാ പറഞ്ഞത്. അത് എനിക്കറിയാം, സ്പെക്കിങ് ഉണ്ടായിരുന്നു, അതെനിക്കറിയാം. ഞാൻ ചോദിച്ചു ഇന്ന് ബ്രോനെ കൊല്ലാനായിട്ടുള്ള കാരണങ്ങളായിട്ട് ഒരു റീസൺ. കാരണം ഞാൻ സിറ്റി വന്ന് നേരെ നമ്മുടെ കാർ റോബർ ചെയ്യാൻ പോയി. അപ്പം മറ്റേ ടെററിസ്റ്റ് ആയിട്ട് വന്ന് അപ്പൊ തന്നെ സിറ്റിന്ന് ഇറങ്ങി. പിന്നെ വീണ്ടും തിരിച്ച് സിറ്റി കയറി. അപ്പൊ തന്നെ വീണ്ടും കാർ റോബർ ചെയ്യാൻ പോയി. അല്ല ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ ആരോട്ട് സംസാരിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. ആരോട് സംസാരിക്കാൻ രണ്ട് പ്രാവശ്യം തല്ലല്ലേ കണ്ണപ്പ? തല്ലാണ്. ഓക്കെ, ഞാൻ ചെക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. അതെ, എനിക്ക് റേഡിയോ മേടിച്ചു പറഞ്ഞൂടാ. അല്ല റേഡിയോ മേടിച്ചില്ല. അമിത കാർഡ് വന്ന്